ദേ നല്ല ചൂടൻ പൊറോട്ട. ഇതെന്നാ കറിയാടി? ബീഫ് ചവിട്ടി പൊട്ടിച്ചത്. ഇതും പൊറോട്ടയും കൂടി ഒരു പിടുത്തം പിടിച്ചാണ്ടല്ലോ. ഞാൻ വന്നു. ആ എടി, നീ വൈകുന്നേരം വരുമെന്നല്ലേ പറഞ്ഞത്? വൈകിട്ടത്തെ ട്രെയിൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് രാവിലത്തെ ട്രെയിനിന് പോകുന്നു. ദേ ഞാൻ പറഞ്ഞില്ല എന്റെ കൂട്ടുകാരി മഞ്ജു. ആ മഞ്ജു നല്ല സമയത്ത് വന്ന് എല്ലാം കഴിച്ചോ? നല്ല ബീഫ് ചവിട്ടി പൊട്ടിച്ചതും ചൂടൻ പൊറോട്ടയുണ്ട്. കഴിച്ചോടി, നല്ല ഇടിവെട്ടി സാധന. നീ കഴിച്ചു നോക്ക്. ബീഫ് ഞാൻ കഴിക്കില്ലടി, എനിക്ക് വേണ്ട. ഈ നാരങ്ങ ഇതിന്റെ മുകളിലേക്ക് പിഴിഞ്ഞു വെച്ചിട്ടേ ഈ പൊറോട്ടയും കൂടെ കൂട്ടിയിട്ടേ ഒന്ന് പിടിച്ചു നോക്കിയേ, സൂപ്പർ സാധനം. എനിക്ക് വേണ്ടാത്തോണ്ടാ, ഞാൻ കഴിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്റെ വീട്ടിൽ വന്നിട്ട് ബീഫ് കഴിക്കാണ്ടിരുന്ന എനിക്ക് അതിന്റെ മോശം. നീ ഒന്ന് കഴിച്ചു നോക്കി. എടി മാളു, എനിക്ക് വേണ്ടാത്തോണ്ടാടി, ഞാൻ കഴിക്കില്ല. എടി മാളൂട്ടി, ഈ നോക്കിക്കാതെ മഞ്ജുവിനെ കൊടുത്തേ. ഇവളെ ഇന്ന് ഞാൻ കഴിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. അവൾ എന്റെ വീട്ടിൽ വന്നിട്ട് ബീഫ് കഴിക്കാണ്ടിരിക്കേ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കൊടുക്കും മാളു. മാളു, മഞ്ജു ആ തുറക്കുന്നേ. എനിക്ക് വേണ്ടടി. അങ്ങനെ കണ്ടോ അവൾ എത്ര രസമായിട്ടാ കഴിക്കണേ. ഇത്രേ ഉള്ളൂ, നല്ല സ്വാദല്ലേ? മാളു, മഞ്ജുവിന് മൊത്തം കൊടുത്തതാ. നല്ല സ്വാദല്ലേ? നീ ഇത് കൂടെ കഴിച്ചു നോക്കിയേ. കഴിച്ചു നോക്ക്. അവള് ബീഫ് കഴിക്കില്ല കണ്ടില്ലേ? അല്ലെങ്കിലും പൊറോട്ടയും ബീഫും അടിപൊളിയല്ലേ? നിങ്ങൾ നിർബന്ധിച്ചോണ്ടാ ഞാൻ കൊടുത്തത്. ഓ, നീയല്ലേ പറയാം നിന്റെ വീട്ടിൽ വന്നാൽ ബീഫ് കഴിക്കണം, അതുകൊണ്ടാണ് ഞാനും നിർബന്ധിച്ചത്. മഞ്ജു, മഞ്ജു, നീ ഇതെവിടെയാ? അയ്യോ അയ്യോ ചേട്ടാ, ഓടി വന്നേ ചേട്ടാ, ഓടി വന്നേ. എന്നടി എന്നെ മോളെ, എന്റെ ദൈവമേ, പണി പാളുപടി. എടി ഇന്നലെ ബീഫ് കഴിച്ചിട്ടുണ്ടോടി? എനിക്കറിയില്ല ചേട്ടാ, ഞാൻ അപ്പള ചേട്ടനോട് പറഞ്ഞല്ലേ ബീഫ് കൊടുക്കണ്ടെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണു? അത് ഞാനല്ലല്ലോ, നീ അല്ലേ അവള് വായി കുത്തി വെച്ചത്. ഇപ്പൊ എനിക്കായി ഊറ്റാം. ഇനിയിപ്പൊ എന്നാ ചെയ്യണേ? പേടിയായിട്ട് പാടില്ല. ഒരു കാര്യം ചെയ്യാം, രമേശൻ ഡോക്ടറെ വിളിക്കാം. ചേട്ടാ ഒന്ന് പെട്ടെന്ന് വിളിക്കാം, എനിക്ക് പേടിയാവും. നിങ്ങൾ എന്നെ അടുത്തോണ്ട് എനിക്ക് കൈ കാലം തരിക്കോ? പിന്നെ എന്നതാ ഒന്ന് വിളിച്ചങ്ങോട്ട്. പിന്നെ വിളിക്കങ്ങോട്ട്. അപേക്ഷ അതെന്റെ കയ്യിലാ വന്നത്. ഹലോ ഹലോ സാറേ, ഞാൻ ഉടായിപ്പ് ചാനലിൽ നിന്നാ. എനിക്കിട്ടുള്ള വല്ല ഭാരയാണോ? അല്ല സാറേ, ബീഫ് തീറ്റിച്ചിട്ട് ഒരാളിവിടെ അത്യാസന്ന നിലയിലായിരിക്കും. സാറിന് കത്തിക്കാൻ പറ്റിയ ചാൻസാ. ബീഫ് കൊടുത്തവൻ മറ്റവന്റെ പാർട്ടിക്കാരനാണോ? അതെനിക്കറിയാൻ പാടില്ല, പക്ഷെ മനഃപൂർവ്വം നിർബന്ധിച്ച് തീറ്റിച്ചതാ. അത് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഞങ്ങൾ ചാനലുകാരെ വീടിനകത്ത് വരെ ഡ്രോൺ വയ്ക്കും. സാറിങ് വാ, നമുക്ക് ഇത് വെച്ചൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം. നിർബന്ധിച്ച് തീറ്റിച്ചതല്ലേ, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ആ ശരി സാറേ, ശരി ഉടനെ മോനെ. രമേശൻ ഡോക്ടർ ഇപ്പൊ വരും. അവിടെ അമ്മൂമ്മയുടെ ചവിട്ടി പൊട്ടിച്ച് ബീഫ്. നിങ്ങളൊന്നും മിണ്ടാനില്ല മനുഷ്യ, എപ്പോഴും എന്തിനാ എന്നെ കുറ്റം പറയണത്? നീ മിണ്ടരുത്, നീ ഒറ്റ ഒഴുക്കി ഇതിനെല്ലാം കാരണം. ആ രമേശൻ ഡോക്ടർ. എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ആ ഡോക്ടറെ, ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്താ പറ്റി? അതെന്താണെന്ന് അറിയില്ല സാറേ. ഇന്നലെ ഇവളെ അവൾക്ക് ബീഫ് കൊടുത്തു. ബീഫ് കൊടുത്തിട്ട് ബാക്കി പറ, നിർബന്ധിച്ച് തീറ്റിച്ചില്ലേ? താൻ അങ്ങനെ വീട്ടിൽ കയറി എന്നോ? അവൻ മാത്രമല്ല, ഞാനും ഉണ്ട്. നിർബന്ധിച്ച് ബീഫ് തീറ്റിച്ചാണോന്ന് ഒന്ന് അറിയണമല്ലോ. അല്ല, നിർബന്ധിച്ച് തീറ്റിച്ചൊന്നുമല്ല. നിർബന്ധിച്ച് തീറ്റിച്ചാണെങ്കിൽ നീ ഒന്നും ഇനി വെളിച്ചം കാണൂല. താനെങ്ങനെ ഇവിടെ എത്തി? താനെത്തി അതേ വഴി. ബീഫ് ആരോഗ്യത്തിന് നല്ലതല്ലാന്ന് കാര്യം മനസ്സിലായില്ലേ? ദൈവമേ, ഇവനും വന്നു. അല്ല, കുളം മൊത്തത്തിലൊന്ന് കലക്കാരല്ലേ മീൻ പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊട്ടെ, എവിടെയാണ് ബോഡി? ബോഡിയല്ലേ, ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് മാറി നിൽക്കണം. എടോ നിൽക്കണോ, ഡോക്ടർ ഇവിടെ ഉണ്ട്, അദ്ദേഹം നോക്കട്ടെ. അത് തന്നെ, ഡോക്ടർ നോക്കട്ടെ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇതൊന്ന് കത്തിക്കാൻ. താൻ ഇങ്ങോട്ട് മാറൂ. ഡോക്ടർ, ജീവനുണ്ടോ നോക്കൂ. ജീവനുണ്ട്, ജീവനുണ്ട്. കുട്ടി 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 എഴുന്നേക്ക്. കുട്ടി 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 എന്താ പറ്റിയേ? കുട്ടി 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 എഴുന്നേക്കോ. എന്താ പറ്റി പറയൂ. കുട്ടി 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 പറയൂ, ബീഫ് കഴിച്ചിട്ടാണോ? പിന്നെടാ, ഞാൻ പഴുത കേൾക്കുമായിരുന്നു, ഇടയിലൊന്നും മയങ്ങിപ്പോയപ്പോ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇതൊരു മാതിരി വല്ലാത്ത വേദനയായി പോയി. മാളു, ഇന്നലെ തന്നെ ബാക്കി ബീഫ് കൊണ്ടോടി, അടിപൊളിയായിരുന്നു. അത് ചീറ്റി. ഇനി വേറെ എവിടെയെങ്കിലും പോയി കുത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഇലക്ഷനൊക്കെ അല്ലേ.